റീനയ്ക്ക് വിഷം നൽകിയ റീത്ത പോലീസ് പിടിയിലാകുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേലാണെങ്കിൽ റീത്തയും സഹോദരങ്ങളും കിടന്ന് പരിശ്രമിച്ചിട്ട് പോലും നമ്മുടെ അലീനയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനോ അലീനയെ പിടിച്ച് പുറത്താക്കാനോ സാധിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇവർ വലിയൊരു സൈന്യം തന്നെ അലീനയെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് പോകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമോ ഒരു മാറ്റമോ നടക്കുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പപ്പയോട്, അതായത് സ്റ്റാലിയോട് പറയുന്നുണ്ട്, പപ്പ ഞാൻ വേണമെങ്കിൽ പോകാമെന്നും എനിക്ക് പോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല എന്നും പറയുന്നു. അല്ലെങ്കിൽ പപ്പ പറയുന്നിടത്തേക്ക് മാറി നിൽക്കാമെന്നും പറയുന്നു. ഇതേ സമയം അലീനയുടെ അടുത്ത് സ്റ്റാലി, നീ എവിടേക്കും പോവേണ്ടതില്ല മോളെ, എന്ത് പ്രശ്നം വന്നാലും പപ്പ നിൻ്റെ കൂടെ കട്ടയ്ക്ക് കൂട്ടുണ്ടാകുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പപ്പയുടെ കൂടെ നിൽക്കാൻ നിനക്ക് ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഭയമോ? എനിക്കൊരു പ്രശ്നവുമില്ല, പപ്പയുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം വരാനാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയും സഹോദരങ്ങളും അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവിടേക്ക് കടന്നു വരികയാണ്. എൻ്റെ പൊന്ന് സ്റ്റാലി, നിങ്ങൾ ഈ പെണ്ണിനെ പുറത്താക്കണം, അല്ലാത്ത പക്ഷം സ്വത്തുക്കൾ തൻ്റെ സഹോദരിയുടെ മേലിലേക്ക് എഴുതി വെക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ, ഏത് സഹോദരി? എൻ്റെ സ്വത്ത് എന്തിനാ ഞാൻ അവർക്ക് എഴുതി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയല്ലേ അത്, നിങ്ങളുടെ ഭാര്യയ്ക്കാണ് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത്, അല്ലാതെ കണ്ണി കണ്ടു വന്ന വലിഞ്ഞു കയറി വന്ന പെണ്ണുങ്ങൾക്കല്ല എന്ന് പറയുന്നു. അത് കേട്ടതും സ്റ്റാലിന് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ സ്റ്റാലിൻ പറയുന്നുണ്ട്, അതെ, മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നു. നിങ്ങൾ പറഞ്ഞ് ഇതെവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് നല്ല പോലെ മനസ്സിലാകുന്നുണ്ട്. എൻ്റെ മോളെപ്പറ്റി എന്തെങ്കിലും അനാവശ്യം പറയാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ റീത്താമേ, എൻ്റെ ഡോഗ്സിനെ വിളിച്ചാൽ നിങ്ങളെ കടിച്ച് കീറും. മര്യാദയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ മര്യാദ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത പറയുന്നുണ്ട്, എൻ്റെ സഹോദരികൾക്കും മക്കൾക്കും അവകാശപ്പെട്ടത് കൊടുക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇവളെ നിങ്ങൾ പുറത്താക്കണമെന്ന് പറയുന്നു. ഇത് രണ്ടും ചെയ്യാതെ മുന്നോട്ട് പോവാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ആര് പറഞ്ഞു മുന്നോട്ട് പോകണമെന്ന്? ഇപ്പോൾ ജീവിക്കുന്ന പോലെ അങ്ങോട്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്നു. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായ പണം ഞാൻ മാസം തോറും അയക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്വത്തുക്കളിൽ ഒരു കണ്ണ് നിങ്ങൾക്കുണ്ട് എന്നറിയാം. കാരണം നിങ്ങളുടെ തറവാട്ടിൽ നല്ല പൈസയൊന്നുമില്ലല്ലോ. അപ്പോൾ തൻ്റെ സ്വത്ത് അടിച്ചു മാറ്റിയാൽ സുഖമായിട്ട് തിന്ന് ജീവിക്കാമല്ലോ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റാലി, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇത്രയൊക്കെ മര്യാദ നിങ്ങളോട് സംസാരിക്കേണ്ടതേ ഉള്ളൂ. എന്നെ എൻ്റെ ഭാര്യയും അകറ്റിയ ടീംസല്ലേ, അപ്പോൾ ഇതൊക്കെ മതി എന്ന് പറയുന്നു. എനിക്കിപ്പോൾ ഭാര്യ ഉണ്ട് എന്ന് തന്നെ തോന്നുന്നില്ല, മക്കളും എന്ന് പറയുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ തന്നെ ഉപേക്ഷിച്ച് അവർ പോകില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ട് അവരിപ്പോൾ വന്നു? അവർക്ക് സ്വത്ത് ലഭിക്കില്ല എന്ന് കരുതിയാണോ ഇപ്പോൾ വന്നത് എന്ന് സ്റ്റാലി ചോദിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് സ്വത്ത് വേണമെങ്കിൽ അവർ തൻ്റെ കൂടെ താമസിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം സ്വത്ത് പോയിട്ട് കാലണ ഞാൻ തരില്ല എന്ന് പറയുന്നു.
മാസവും മാസം തരുന്ന പൈസ ഞാൻ നിർത്തലാക്കാൻ പോവുകയാണ് എന്ന് സ്റ്റാൻലി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എടാ സ്റ്റാൻലി, നീ വന്നിരിക്കുന്ന മോളെ കണ്ട് ഒരുപാട് അങ്ങോട്ട് നെഗളിക്കേണ്ട, അഹങ്കരിക്കേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഈ മോള് വളരെ പ്രിയപ്പെട്ടതാണ്. അവളുടെ നേരെ ഒരു കൈ വിരൽ പൊക്കാൻ പോലും ഞാൻ ആരെയും സമ്മതിക്കുകയുമില്ല, അനുവദിക്കുകയുമില്ല എന്ന് സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നെ ഇല്ലാതാക്കാതെ എൻ്റെ മോളെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് സ്റ്റാൻലി പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയുടെ മനസ്സിൽ വേറൊരു പദ്ധതിയാണ് തെളിയുന്നത്. കാരണം പരാജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി പരാജയപ്പെട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല, സ്വത്ത് എവിടേക്കും പോകരുത് എന്നുള്ള ചിന്തയാണ് റീത്തയ്ക്ക്. അതുകൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ പൗലോസിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാം. പൗലോസിനെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ റീത്തയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കളിക്കണമെന്ന് തോന്നുന്നുണ്ട്. അതായത് അലീനയെ എങ്ങനെയെങ്കിലും ഓടിക്കണം, അലീനയെ ഓടിച്ചു വിട്ടാൽ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്ന് ചിന്തിക്കുന്ന ഒരു റീത്ത പൗലോസിനോട് അലീനയ്ക്ക് വിഷം കൊടുക്കാനായിട്ട് പറയുന്നു. പൗലോസ് മടിക്കുന്നുണ്ടെങ്കിലും റീത്തയാണെങ്കിൽ നല്ല വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിനക്ക് നല്ല രീതിയിൽ പണമൊക്കെ തരാമെന്നും ഇവിടെ നിന്ന് പിരിച്ചു വിട്ടാൽ നിനക്കൊന്നും സംഭവിക്കില്ല എന്നും, കൂടാതെ തന്നെയാണെങ്കിൽ നീ ജയിലിലൊന്നും ആവില്ല എന്നും, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്നൊക്കെ ഓരോ കപടമായ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പൊട്ടൻ പൗലോസാണെങ്കിൽ അത് വിശ്വസിച്ച് അതുപോലെ തന്നെ ചെയ്യുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ അലീന ആശുപത്രിയിലാവുന്നതും കാണാനായിട്ട് കഴിയും. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർ ചെക്കപ്പിന് ശേഷം സ്റ്റാലിനോട് നടന്ന സംഭവം എല്ലാം പറയുന്നുണ്ട്. ഇതൊരു വധശ്രമത്തിനുള്ള പരിപാടിയാണെന്നും നല്ല രീതിയിൽ വിഷമുള്ളിൽ ചെന്നിട്ടുണ്ടെന്നും സ്റ്റാലിനെ അറിയിക്കുകയാണ് നമ്മുടെ ഡോക്ടറെന്ന് കാണാൻ സാധിക്കും. ഒടുവിൽ പൗലോസിനെ നിർത്തിപ്പൊരിക്കുകയും പൗലോസിനെ പിടികൂടുകയും ചെയ്യുമ്പോൾ പൗലോസ് പറയുന്നുണ്ട് എല്ലാം റീത്ത ചേച്ചി പറഞ്ഞിട്ടാണെന്ന്. റീത്തയെ ഒടുവിൽ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി എന്ന് കാണാൻ സാധിക്കും. റീത്ത ആകെ ഞെട്ടിപ്പോവുകയാണ് എന്നും കാണാം. പോലീസുകാരെ അടിയും കിട്ടുന്നുണ്ടെന്ന് കാണാട്ടോ കൂട്ടുകാർ.